എടാ ദാനിഷ, നീ ഇനിയും പോയില്ല? മതി മതി ടി വി കണ്ടത്. പോയാ നിന്റെ വീട്ടിൽ നിന്ന് ഉപ്പയും കലമ്പൂല്ലേ? ടി വി വിട്ടിട്ടെ ഒരു 10 മിനിറ്റും കൂടി ആൻറ്റി. എനിക്ക് പഠിക്കാനൊന്നുമില്ലേ? നിന്റെ ഉമ്മ കലമ്പുയെ, നീ പോട്. എൻ്റെ ഉപ്പയും ഉമ്മയെല്ലാം നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവും ആൻറ്റി. ഞാൻ ഇന്ന് ഇവിടെ കിടക്കട്ടെ ആൻറ്റി, പ്ലീസ്. ദാനിഷേ, എനിക്ക് കുറച്ച് കുരുത്തക്കേട് കൂടുന്നുണ്ടേ. വേഗം വീട്ടിൽ പോയാ പിന്നെ ഇതൊരു ശീലാവും എനിക്ക്. ഇന്നൊരൊറ്റ ദിവസം കൂടി. ഇന്നലെ നീ എന്നാ പറഞ്ഞ? ഇന്നൊരൊറ്റ ദിവസം കൂടി ഇന്നല്ലേ? ഇന്നലെ പിന്നെ എൻ്റെ ഉപ്പയും ആടെ ഇല്ലാത്തോണ്ടാ നിന്നെ എടുക്കാൻ വീട്ടിന്. എല്ലാ ദിവസവും അങ്ങനെ പറ്റുവാടാ? പ്ലീസ് ആൻറ്റി, ഞങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് നാളെ പരീക്ഷ. ഇവിടെ ആകുമ്പോൾ ടി വി നോക്കിയിട്ട് പഠിക്കാലോ. നാളെ പരീക്ഷ എന്നിട്ടാ നീ ഇവിടെ ഇരിക്കുന്നത്? അതല്ലേ പറഞ്ഞ, ഞങ്ങൾക്ക് കുറേ പഠിക്കണോ. ഇവിടെ ആകുമ്പോൾ ടി വി നോക്കിയിട്ട് പഠിക്കാലോ. പ്ലീസ് എൻ്റെ ഉമ്മാനോടൊന്നും പറയുക. ഞാനെന്നാടാ പറയണ്ടേ? ഇങ്ങോട്ടാ, ഞാൻ തന്നെ വിളിച്ച് പറയാം. എൻ്റെ ഉപ്പാക്ക് ദേഷ്യം വരുവേ. ഹലോ ഉപ്പ, ഞാൻ ഇന്ന് ഇവിടെ കിടക്കട്ടെ? ഇവിടെ ആൻറ്റി ഒറ്റക്കാ. ഡാൻസേ, കളിക്കല്ലേ നീ. വേഗം ഇങ്ങോട്ട് വാ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, തിന്നിട്ട് കിടന്നോ. ആൻറ്റി പറയുക പ്ലീസ്. ഹലോ മോൻ, ഇന്നും കൂടി ഇവിടെ നിൽക്കട്ടല്ലേ? എനക്കൊരു കൂട്ടാവുമല്ലോ. നാസർക്ക് വരാൻ ലേറ്റാവും എന്ന് പറഞ്ഞിന്ന്. ഒരക്ഷരം പഠിക്കൂല. ഓനക്ക് നാളെ എക്സാം അല്ലേ? ആൻറ്റി പ്ലീസ്. അത് ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആകുമ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാലോ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞാനെന്ത് പറയാനോ. രാവിലെ എഴുന്നേൽപ്പിച്ച് വിടണേ. താങ്ക്സ് ആൻറ്റി. ഇന്നൊരു ദിവസം കൂടി മാത്രം കേട്ടാ. ഇനി ഇങ്ങനെ വാശി പിടിക്കറേ. ഓ, ഇവൻ പോയിട്ടില്ലേനോ? ഓന് ഇന്നും ഇവിടെ പോലും കൂടുന്നു. അതെയാ, അവസാനം ഇവനെ എടുത്ത കുട്ടിയാകുവാ. അഷ്റഫ് ആയിഷ എന്ത് ചെയ്യും? അവരെന്തൊക്കെ ചെയ്യട്ടെ. ഓ, നല്ല കുട്ടി. ഇങ്ങനെ ആയിരിക്കണം കുട്ടികളെങ്കിൽ. നിങ്ങൾ കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഇവൻ ഉറങ്ങിയാ? ഉറങ്ങിപ്പോയി. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് കറക്റ്റ് 2 വർഷം കഴിഞ്ഞിട്ടായിരുന്നു അഷ്റഫിന്റെ കല്യാണം. ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം അഷർപ്പിനോടല്ലേനാ. അന്നേരമല്ല എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യാണ്. എവിടെ പോണെങ്കിലും നിങ്ങൾക്ക് അഷർപ്പ് വേണം. അത് പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ ചങ്കായിരുന്നു അവൻ. നമ്മൾ പോകാത്ത യാത്രകളില്ല, നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല, നമ്മൾ കഴിക്കാത്ത ഫുഡില്ല. എന്താ അതെല്ലാം ഒരു കാലം. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഓനെ ഒന്ന് വിളിക്കാൻ പോലും ഇപ്പം സമയമില്ലല്ലോ. ഓരോരു തിരക്ക്, എന്ത് ചെയ്യാനാ. അഷർപ്പിൻ്റെ അതേ കളിയാ ദാനിഷിന്. ഇന്ന് ഇവിടെ കൂടാൻ വേണ്ടി എന്നെ കൊണ്ട് എന്തെല്ലാം സോപ്പ് ഇട്ടിട്ട് ഇവൻ്റെ ഉപ്പാനെ വിളിപ്പിച്ചെന്നറിയാം. ഭയങ്കര വിളവനാ. അമ്പടാ, അത് കൊള്ളാലോ. ഇവൻ ഇവിടെ തന്നെ കിടപ്പായാൽ അതൊരു പ്രശ്നമാവുക. ഇവൻ ഇവിടെ കളിച്ച് നടക്കട്ടെ. ശരിക്കും ഇവൻ ഇവിടെ വരുന്നോണ്ടാ ഈ വീടൊരു വീടാവുന്നു. എന്തൊരു കളിയും ചിരിയാ ഇവൻ്റെ. നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ഇവനാകട്ടെ വലുതായനല്ലേ. എടോ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. എറണാകുളത്തെല്ലാം നല്ല നല്ല ക്ലിനിക്കുകളെല്ലാം ഉണ്ട്. റസിയ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു ഇനി പോയി കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഒരു പരീക്ഷണത്തിന് കയ്യിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ വീട് എത്ര രസമുണ്ടാവുകയാണോ. എനിക്ക് നീയും നിനക്ക് ഞാനും പോരെ. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കേണ്ടെന്ന്. ഹലോ, ഉമ്മ എന്തല്ല? സുബൈദ വന്നിരുന്നു. ഏത് ചോടൻ സുബൈദയാ? ഓലും ബാംഗ്ലൂരാണത്രേ. കുട്ടികളൊക്കെ ഞാൻ വണ്ണം വെച്ചിക്കണ്. 3 പേരാണ് മക്കള്. പെണ്ണും ഓണം പോലെ തന്നെ മുറിച്ച് വെച്ച പോലെ ഉണ്ട്. ചെക്കന്മാരും ഓനെ പോലെ ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ കാണലുണ്ട്. അന്നെ ചോദിച്ചിരുന്നു, ബാംഗ്ലൂരത്തെ എന്റെ അഡ്രസ്സ് ചോദിച്ചു. ഞാൻ കൊടുത്തിട്ടില്ല. അതൊന്നും അമ്മ കൊടുക്ക. ഇനി അനക്ക് 2 പെൺകുട്ടികളാണെന്നൊക്കെയാണ് ഞാനും അവനോട് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പൊ അവരെങ്ങാനും അഡ്രസ്സ് ചോദിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ അത് പൊളിയൂലേ. ഉമ്മ എന്തിനാ ഉമ്മ നോണ പറഞ്ഞേ? ഞാൻ പിന്നെ എന്താ പറയണ്ട്, കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് ഇതുവരെ കുട്ടികളായിട്ടില്ല എന്നൊക്കെ. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതിപ്പോ എന്റെ കുറ്റം കൊണ്ടെങ്ങാനാ? ആർക്കറിയാം. ഡോക്ടറെ കാണാൻ പറഞ്ഞ് ഞങ്ങള് കേക്കണ്ടേ? എത്ര പേർക്ക് അങ്ങനെ കുട്ടികൾ ഉണ്ടായിരിക്കുന്നു. അതിന് കുറച്ച് മെനക്കെടണേ. ഉമ്മ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. പിന്നെ ഞാൻ എന്താ വേണ്ടത്?
മരിക്കണേൻ്റെ മുമ്പൊക്കെ ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? 3 മാസം കൂടി ഞാനത് കാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാസറിനെ കൊണ്ട് ഒന്നും കൂടി അത് കെട്ടിക്കും. പിന്നെ എന്താ ചെയ്യുക? ഉമ്മ എന്നാ പറയുന്നേ? ഇജ്ജേ എതിരൊന്നും പറയണ്ട. മട്ടന്നൂരില്ല നമ്മളെ മാമാന്റെ മോള് ഫാസിലല്ലേ, ഓള് എല്ലാത്തിനും തയ്യാറാ. ഈ കണ്ട കാണപ്പെട്ട സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോവാനേ ഞാൻ സമ്മതിക്കൂല, ഇക്ക് സഹിക്കൂല. ഓ വന്നാ ഏത് നേരത്തെ നീ ഇവിടെ തന്നെയാണല്ലോ. എനിക്ക് ചോദിക്കാൻ പറയുന്ന ആളില്ലേ വീട്ടില്? പോയ വീട്ടിലേക്ക്. TV ആണല്ലോ വരുന്നത്. ഇനി ഇടുന്ന നീ TV കാണണ്ട, പോയിക്കോ. ആൻറ്റി എന്തിനാ കരയുന്നത്? ആൻറ്റിക്ക് അറിയണ്ട. ആൻറ്റിക്ക് എന്ത് വിഷമം ഉണ്ടായിരുന്നെങ്കിലോ പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ മതി, പഠിച്ചവനെല്ലാം മാറ്റി തരും. ഞാൻ ഇന്നലെ എക്സാം മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ എക്സാം മാറ്റി തന്നില്ലേ. എനിക്ക് കളിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിക്കുന്ന ആൻറ്റി. ഒരു കുഞ്ഞാവനെ വേണം. ഞാൻ എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്നെ ഉപ്പാക്കും ഉമ്മാക്കും കുഞ്ഞാവ് ഉണ്ടാവില്ലല്ലോ, ബാഡ് ലക്ക്. ആൻറ്റിക്ക് ഒരു കുഞ്ഞാവ് ഉണ്ടാവണമെന്നാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കും. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനെന്താ പറയണ്ടേ? നിങ്ങളെ ഉമ്മ പറഞ്ഞ ആ കുട്ടീനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണോന്നാ ഞാൻ ചോദിക്കുന്നത്. എല്ലാരും നിർബന്ധം പിടിക്കുമ്പോൾ ഞാനെന്താ ചെയ്യാ? ഒരു കുഞ്ഞുണ്ടാണെന്ന് ഉമ്മ ആഗ്രഹിക്കുന്നതിനെ കൊണ്ട് നമുക്കത് തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിന് ഒരു കല്യാണം തന്നെ കഴിക്കണ. എത്ര കുട്ടികളുണ്ട് അനാഥാലയത്തില്. ഒരു കുട്ടീനെ ദത്തെടുത്താ പോരെ? അങ്ങനെ ഊരും പേരൊന്നും അറിയാത്ത ഒരു കുട്ടി ഈ വീടിന്റെ അനന്തരാവകാശമായിട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. നീ അതിന് നിർബന്ധം പിടിക്കുന്നത് ശരിയുമല്ല. എന്നാ നിങ്ങൾ എന്തെങ്കിലും ചെയ്, ഞാൻ എന്ത് പറയാനാ? എനിക്കിഷ്ടണ്ടായിട്ടാ, വേറെന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ലേ. എത്ര കാലമായി ഞാൻ പറയുന്നു നമുക്കൊരു ഡോക്ടറെ കാണിക്കാന്ന്. നിങ്ങൾക്ക് അതൊന്നും പറ്റൂലല്ലോ. നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണം. കഴിച്ചോ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം. നീ എന്താ പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ പോയിട്ട് ഡോക്ടറെ കാണാം. എന്നാലും അറിയാലോ ആർക്കാ കുഴപ്പമൊന്നും. എൻ്റെ കുഴപ്പമെങ്കിലും ഞാൻ ഫാസിലാണ് കല്യാണം കഴിക്കും. എന്താ എൻ്റെ അഭിപ്രായം? നേരെ തിരിച്ചാണെങ്കിലോ, ഞാൻ വേറെ കല്യാണം കഴിക്കട്ടെ? എനിക്കറിയില്ല. പേടിച്ചു പോയാ? പേടിച്ചിട്ടൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ എന്തായാലും പോവാം, ഡോക്ടറെ കാണിക്കാൻ പോവാം. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. സാർ റിപ്പോർട്ട് ഓക്കെ, ടെസ്റ്റിന്റെ റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആബിക്ക് കുഴപ്പമൊന്നുമില്ല. നാസറിനാണ് പ്രശ്നം. കൗണ്ട് കുറവാ, എല്ലാം നെഗറ്റീവാണ് കാണിക്കുന്നത്. മരുന്നൊക്കെ തരാം, ശരിയാവാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് 2-3 പേര് വന്നിട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട്. ടെൻഷൻ അടിക്കണം, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇതെടുന്നാടാ? ഇത് നമ്മളെ സ്കൂളത്തെ ഒരു മരമുണ്ട്, ആ മരത്തിൽ നിറച്ചു ഇതാണ്. ആന്റി പറഞ്ഞിട്ടില്ല എനിക്ക് തിന്നാൻ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ പറിക്കുമ്പോ എന്റെ ക്ലാസ്സിലെ കുറെ കുട്ടികളെല്ലാം ചോദിച്ചു ഒന്ന് തരുവാൻ. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. താങ്ക് യുടാ. എന്നാലും ഒന്നും കൊടുക്കായിരുന്നു. താങ്ക്സ് ഏട്ടാ. ബേബി ആന്റിനെ ചവിട്ടാൻ കുത്തൊന്നും ചെയ്യാറേ. ഇക്കാക്ക് ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് വരേ. ഈ ചെക്കൻ്റെ ഒരു കാര്യം. ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ നിർബന്ധപ്രകാരം മറ്റൊരു വിവാഹത്തിന് തയ്യാറായ നാസറിൻ്റെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം.